നമസ്കാരം. സ്മാർട്ട് ലൈറ്റ് LED ടെലിവിഷൻ അവതരിപ്പിക്കുന്ന ഉത്സവ കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉത്സവ കേരളത്തിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് തൃശ്ശിവപേരൂരിലെ ഒരു നാടൻ ആനച്ചന്തത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. തൻ്റെ പോറ്റമ്മയായ ഭഗവതിയുടെ പൊൻതിടമ്പ് കഴിഞ്ഞ 40 വർഷത്തിലേറെയായി ശിരസിലേറ്റുന്ന ഒരു ഗജവീരൻ, തിരുവാണിക്കാവിലമ്മയുടെ സ്വന്തം രാജഗോപാൽ. ആനപ്രേമികൾ ഇവന് നൽകിയിരിക്കുന്ന പേര് രാജൂട്ടൻ. അവൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഉത്സവ കേരളം പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ബൃഹദായത വൃത്തകന്ധരാ സജലാംഭോദ ഗഭീരഗർജിതാ കലവിംഗമധു പ്രഭേക്ഷണ സ്ത്രീവലിസ്കന്ധകര ഗജാശുഭാ. തടിച്ചു നീണ്ടുരുണ്ട കഴുത്തും നീരു നിറഞ്ഞ കാർമേഘത്തിൻ്റെ നാദം പോലെ ഗംഭീരനാദവും നാരായണപക്ഷിയുടെ നിറമുള്ളതോ തേനിൻ്റെ നിറമുള്ളതോ ആയ കണ്ണുകളും തുമ്പിക്കൈയിന്മേൽ 3 വരകളുമുള്ള ഗജങ്ങൾ ശുഭമാകുന്നു. തൃശ്ശിവപേരൂർ ശക്തന്റെ നാട്. വടക്കും നാഥനും പാറമേക്കാവിലമ്മയും പുണ്യാളനുമൊക്കെ വാണരുളുന്ന നാട്. മേളപ്പെരുക്കത്തിൻ്റെ പെരുമഴ തീർത്ത് ആസ്വാദകരെ ആവേശ കൊടുമുടിയിലെത്തിക്കുന്ന പെരുവനത്തിൻ്റെ നാട്. ഈ നാടിൻ്റെ മണൽത്തരികളിൽ പോലുമുണ്ട് പൂരക്കമ്പവും ആനക്കമ്പവുമെല്ലാം. തൃശ്ശിവപേരൂരിന് കിഴക്ക് ഒല്ലൂക്കര മുതൽ കുതിരാൻ മലനിരകൾ വരെ നീണ്ടുകിടക്കുന്ന മനോഹര ദേശം. ഈ ദേശത്തിൻ്റെ തട്ടകത്തമ്മയായി ഭക്തർക്ക് സർവാഭീഷ്ട വരദായനിയായി വാണരുളുന്ന ഭഗവതി സങ്കല്പം. അതാണ് 18 ഭഗവതി ക്ഷേത്രങ്ങളിലൊന്നായ തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രം. ഐശ്വര്യദായിനിയായ ഭഗവതി തിരുവാണിക്കാവ് നിവാസികളുടെ മാതൃചൈതന്യം തന്നെയാണ്. തിരുവാണിക്കാവിലമ്മയുടെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ഓരോ ഭക്തനും ഭഗവതി സ്വന്തം അമ്മയെന്ന് തന്നെ കരുതി പൂജിക്കുന്നു. അങ്ങനെ തിരുവാണിക്കാവിലെ ഭഗവതിയെ തൻ്റെ പോറ്റമ്മയായി കണ്ട് കുട്ടിക്കാലം മുതൽ ആരാധിച്ചു പോരുന്ന ഒരുവനാണ് ഇന്നത്തെ നമ്മുടെ കഥാനായകൻ. കുട്ടിത്തം വിട്ടുമാറുന്നതിന് മുൻപ് തന്നെ ഈ ക്ഷേത്രമുറ്റത്തെത്തി പിന്നീട് ഇവിടെ തന്നെ കൗമാരവും യൗവനവുമൊക്കെ ചിലവഴിച്ച് ഇന്നും ആ അമ്മയുടെ ദാസനായി തുടരുന്ന ഒരു ഗജകേസരി, തിരുവാണിക്കാവിലമ്മയുടെ സ്വന്തം രാജു അഥവാ തിരുവാണിക്കാവ് രാജഗോപാൽ. അവൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഉത്സവ കേരളം പങ്കുവയ്ക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തനി രാജൻ തന്നെയാണിവൻ എന്നതിൽ ആനപ്രേമികൾക്ക് സംശയമുണ്ടാവില്ല. എണ്ണം പറഞ്ഞ ഗജരാജ കില്ലാടികൾ വിഹരിക്കുന്ന മലയാള മണ്ണിലെ, പ്രത്യേകിച്ച് തൃശ്ശിവപേരൂരിൻ്റെ മണ്ണിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കണമെങ്കിൽ ഇവൻ നിസ്സാരക്കാരനാവില്ലല്ലോ. ക്ഷത്രിയ ഗുണം തന്നെ വേണം അതിന്. ഒപ്പം ഒരു നാടൻ പവർ കൂടി ചേർന്നാലോ? അതാണ് നമ്മുടെ നായകൻ. ഇന്ന് കേരളത്തിലെ വലിയ നാടൻ ആനകളുടെ കണക്കെടുത്താൽ അതിൽ ആദ്യ 5-ൽ തന്നെ ഇടം പിടിക്കും രാജഗോപാൽ എന്നുറപ്പ്. തൃശ്ശൂരിലെ മാത്രം കണക്കെടുത്താൽ രാജുവിൻ്റെ സ്ഥാനം 1-ാമതായി തന്നെ വരും എന്നത് മറ്റൊരു സത്യം. നാട്ടാന ചന്തത്തിൽ മുന്നിൽ തന്നെ തലയുയർത്തി നിൽക്കുന്ന ഈ സുന്ദരൻ രാജാവിൻ്റെ കഥ ഇവിടെ തുടങ്ങുന്നു. നിലമ്പൂർ കാടുകളിൽ നിന്നും 3-ാമത്തെ വയസ്സിൽ ലഭിച്ച ആനക്കുട്ടിയെ പാലക്കാട് തൃത്താല കുമ്പിടി മേനോനാണ് ലേലത്തിൽ പിടിച്ചത്. ആ സമയത്താണ് തിരുവാണിക്കാവ് ദേവസ്വം ഒരു കലശം നടത്തുന്നതും അതിനൊടുവിൽ കൈമുക്ക് തിരുമേനി ക്ഷേത്രത്തിലേക്ക് ഭഗവതിയുടെ ദാസനായി ഒരാന എത്തുമെന്ന് പ്രവചിച്ചതും. അങ്ങനെ ദേവസ്വവും നാട്ടുകാരും ആനപ്രേമികളുമെല്ലാം ക്ഷേത്രത്തിലേക്ക് സ്വന്തമായി ഒരു ആന എന്ന ആഗ്രഹത്തോടെ കൈകോർത്തു. തുടർന്നാണ് തൃത്താല കുമ്പിടി മേനോന്റെ പക്കലുള്ള
ആനക്കുട്ടിയെപ്പറ്റി ദേവസ്വം അറിയാനിട വരുന്നതും അതിനായി ഇറങ്ങിത്തിരിക്കുന്നതും. അങ്ങനെ 1976 നവംബർ 26 നാട്ടുകാർ ചേർന്ന് ക്ഷേത്രത്തിലേക്ക് ആനയെ വാങ്ങി. ഒരു മാസത്തിനുള്ളിൽ തിരുവാണിക്കാവ് ഭഗവതിയുടെ നടയിൽ നിർത്തി. നമ്മുടെ കൊച്ചു രാജൂട്ടൻ്റെ ശിരസിൽ കളഭം ചാർത്തി. അങ്ങനെ അവൻ തിരുവാണിക്കാവ് ഭഗവതിയുടെ പ്രിയദാസനായി, ഇവിടുത്തുകാരുടെ സ്വന്തം രാജൂട്ടനായി. അന്ന് ഇവൻ്റെ പ്രായം 5 വയസ്സ്. കുസൃതിയും കളികളുമൊക്കെയായി ക്ഷേത്രമുറ്റത്തുകൂടി ഓടി നടക്കുന്ന രാജുവിനെ തിരുവാണിക്കാവിലെ മുതിർന്നവർ ഇന്നും ഓർക്കുന്നു. ചെറുപ്പത്തിൽ കാളവണ്ടിയുടെ ശബ്ദം കേട്ടാൽ ഓടി ഒളിച്ചിരുന്ന രാജുവിൻ്റെ പേടിയും തിരുവാണിക്കാവുകാർക്ക് പരിചിതമായിരുന്നു. ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവരാരും രാജുവിനെ കൂടി കാണാതെ ഇവിടെ നിന്നും മടങ്ങാറില്ല. തൻ്റെ 5-ാം വയസ്സിൽ ഈ തിരുമുറ്റത്തെത്തി കഴിഞ്ഞ 43 വർഷക്കാലം ഇവിടുത്തുകാരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായി, അനുജനായി, മകനായി, ജ്യേഷ്ഠനായി അവർക്കൊപ്പം ജീവിച്ചു പോരുന്ന രാജു തിരുവാണിക്കാവ് നിവാസികൾക്ക് അവരിലൊരുവൻ തന്നെയാണ്. നാടൻ ആനയുടേതായ ഗൗരവവും ആരോഗ്യവും ബുദ്ധിശക്തിയുമെല്ലാം ഒത്തിണങ്ങിയ ഇവൻ പണ്ട് മുതൽക്കേ ഉത്സവപ്പറമ്പുകളിലെത്തുന്ന എല്ലാവരുടെയും ഇഷ്ടക്കാരനായിരുന്നു. ഗൗരവക്കാരനാണെങ്കിലും കൊച്ചുകുട്ടികളുടെ മനസ്സാണ് ഇവനെന്ന് രാജുവിനെ അറിയുന്ന എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയും. കൊച്ചു കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന അതേ ശ്രദ്ധയോടെ വേണം രാജുവിനെയും കൊണ്ട് നടക്കാൻ. കുട്ടികൾ മിഠായി കിട്ടാൻ വാശി കാണിച്ച് പിണങ്ങി നടക്കും പോലെയൊക്കെ ചിലപ്പോൾ ഇവനും നടന്നെന്നിരിക്കും. അത്ര ചെറിയ കാര്യങ്ങൾക്ക് പോലും വാശിയും ദേഷ്യവുമൊക്കെ കാട്ടി മുഖം വീർപ്പിച്ച് നടക്കാറുണ്ടിവൻ. അതുപോലെ തന്നെ തൻ്റെ അടുത്ത് ആരും ആവശ്യമില്ലാതെ കൂടുതൽ അധികാരം കാട്ടുന്നതും അത്ര സഹിക്കില്ല കക്ഷി. ഇവൻ്റെ ഇത്തരത്തിലുള്ള വാശികളും പിണക്കങ്ങളും കുരുത്തക്കേടുകളുമൊക്കെ പണ്ട് ഇവനെ ചെറുതല്ലാത്ത രീതിയിൽ ബാധിച്ചിരുന്നു. എന്നാൽ ഇന്നിവൻ ആളാകെ മാറിയിരിക്കുന്നു. ഉത്സവപ്പറമ്പുകളിലെത്തുന്നവരുടെ, പ്രത്യേകിച്ച് ആനപ്രേമികളുടെ ഹരമാണ് ഇന്ന് തിരുവാണിക്കാവ് രാജഗോപാൽ എന്ന കൊമ്പൻ. നന്നേ ചെറുപ്പകാലത്ത് തന്നെ തടിപ്പണികളും എഴുന്നള്ളിപ്പ് പാഠങ്ങളുമെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കിയിരുന്നു രാജു. എന്നാൽ ചെറുപ്പത്തിൽ ഇവന് കീഴ്ക്കൊമ്പുകളായിരുന്നു. ഇവൻ്റെ കൊമ്പുകൾ ഈ നിലയ്ക്കെത്താൻ നാട്ടുകാരും ഏറെ പണിപ്പെട്ടിട്ടുണ്ട്. തെങ്ങിൻ്റെ കഴകെട്ടി അതിൽ കൊമ്പുകൾ താങ്ങി നിർത്തുമായിരുന്നു ചെറുപ്പത്തിൽ. അങ്ങനെയാണ് ഇവൻ്റെ കൊമ്പുകൾ ഇന്നാരും കണ്ണുവെക്കും വിധം സുന്ദരമായത്. ഇപ്പോൾ 47 വയസ്സിലെത്തി നിൽക്കുന്ന ഇവൻ്റെ ഉയരം 10 അടിക്ക് മുകളിലാണ്. തേൻ നിറമുള്ള കണ്ണുകളും പീലിവാലും വിരിഞ്ഞ മസ്തകവും കരുവീട്ടിയിൽ കടഞ്ഞെടുത്ത ഉറച്ച ശരീരവും 18 നഖങ്ങളും അഴകാർന്ന വെളുത്ത കൊമ്പുകളുമൊക്കെയായി ലക്ഷണശാസ്ത്രത്തിൽ പറയുന്ന നാടൻ ആനച്ചന്തത്തിൻ്റെ എല്ലാ സൗന്ദര്യവും ഒത്തിണങ്ങിയ കൊമ്പൻ തന്നെയാണിവൻ. ചെവിയിൽ ഒരു വടമറുകുള്ള ഇവൻ്റെ കണ്ണിലേക്ക് നോക്കിയാൽ ചെറിയൊരു പേടി ആർക്കായാലും തോന്നും. അത്ര തീക്ഷ്ണമാണിവൻ്റെ കണ്ണുകൾ. എന്നാൽ വീശിയുള്ള ഇവൻ്റെ ചെവിയടിയിൽ കണ്ണുകൾ മൂടിപ്പോകും. രാജുവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു കണ്ണുപൊത്തിക്കളിയായും തോന്നാം. ചുരുക്കി പറഞ്ഞാൽ സൗന്ദര്യവും കുസൃതിയും ശൗര്യവും തലയെടുപ്പും എല്ലാം ഒത്തിണങ്ങിയ ഒരു ഉശിരൻ ആൺപിറന്നവൻ. അതാണ് നമ്മുടെ രാജഗോപാൽ. നാടൻ ആനകളുടെ രാജാക്കന്മാരായ പാമ്പാടി രാജനും ശിവരാജുവിനുമൊപ്പം കിടപിടിക്കും രാജു എന്ന നമ്മുടെ സ്വന്തം രാജഗോപാലും. ഇവൻ്റെ നീരുകാലത്തെപ്പറ്റി പറഞ്ഞാൽ നീരൊലിച്ചു തുടങ്ങുന്നതിൻ്റെ ആദ്യപടിയായി രണ്ടാമനെ തൻ്റെ അടുത്ത് നിന്ന് ഓടിക്കും. നന്നായി ഒലിച്ചു തുടങ്ങിയാൽ ഒന്നാമനെയും അടുപ്പിക്കില്ലെന്ന് മാത്രമല്ല, ആ പരിസരത്ത് പോലും പാപ്പാന്മാർ വരാൻ സമ്മതിക്കാറില്ല. ഈ സമയത്ത് നാട്ടുകാരാണ് ഇവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. നാട്ടുകാരിൽ ആരെങ്കിലും ഒരാൾക്ക് രാജു കീഴ്പ്പെട്ടിരിക്കും. ഈ സമയത്തും അയാൾക്ക് ആഹാരം കയ്യിൽ വെച്ച് കൊടുക്കാൻ പോലും അനുവദിച്ചു കൊടുക്കും ഇവൻ. ക്ഷേത്ര പരിസരത്തോട് ചേർന്ന് താമസിക്കുന്ന ഒരു മുസ്ലിം തറവാട്ടിലെ മുതിർന്ന ഉമ്മയുമായി രാജുവിന് വല്ലാത്തൊരു ഹൃദയബന്ധം തന്നെയുണ്ടായിരുന്നു. നീരുകാലത്ത് പോലും ഇവർക്ക് രാജുവിൻ്റെ അരികത്ത് വരാനും ഭക്ഷണം കൊടുക്കാനുമൊക്കെ സാധിക്കുമായിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അവരുടെ മരണസമയം വരെയും ഈ സ്നേഹബന്ധം തുടർന്നു പോന്നു. അതുപോലെ തന്നെ രാജുവുമായി ഏറ്റവും അടുത്ത ബന്ധം വർഷങ്ങളായി കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് അനിയേട്ടൻ എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന സുകുമാരൻ നായർ. രാജുവിനെ 5-ാം വയസ്സിൽ ക്ഷേത്രത്തിലെത്തിച്ച സമയം മുതൽ അനിയേട്ടനായിരുന്നു ഇവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. ചെറുപ്പം മുതൽ തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളായതുകൊണ്ടാവണം ഇപ്പോഴും അനിയേട്ടൻ രാജുവിന് ഏറെ പ്രിയപ്പെട്ടവരിൽ ഒരാൾ തന്നെയാണ്. ചേട്ടാ നമസ്കാരം. അപ്പൊ ചേട്ടനാണല്ലേ ഇപ്പോൾ ഇവന്റെ കൂടെ ഒരുപാട് കാലം ഉണ്ടായിരുന്നല്ലേ? ഒരുപാട് കാലം, ഒരു 24 കൊല്ലം ഉണ്ടായിരുന്നു. അന്നത്തെ ഒരു അനുഭവമൊക്കെ ഒന്ന് പറയാൻ പറ്റും? വേറെ ആന
വേറൊരാളെ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അതെ. പാമ്പാടി രാജനാനില്ലേ, അതെ, അതുവരെ എന്നെ വാരി എടുത്തു. ഓ അത് നിൽക്കുമ്പോ എഴുന്നള്ളിച്ചിരിക്കുമ്പോ ഈ ആന അതിനെ കുത്തുക ചെയ്തേ. അത് ശരി. അപ്പോഴാ താഴ്ത്തിട്ട്. അത് ശരി, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിനെ കൊണ്ടു നടക്കുമ്പോ ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് വീണ് കാലിന് കേട് പറ്റി. ഓ അത് 10-30 കൊല്ലം. അതെ അതെ. എന്തൊക്കെയാണ് പുള്ളിയുടെ സ്വഭാവത്തിലെ സ്വഭാവം? അന്ന് നമ്മളെ പെറ്റ അമ്മ മക്കളെ എങ്ങനെ ജീവിക്കുന്നു അതുപോലെയാണ് ആന. അപ്പം 5ാം വയസ്സിൽ ഇവൻ വന്നപ്പോ തൊട്ട് ചേട്ടനാണല്ലേ? അതെ. ആനയും ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടുവന്ന ചേട്ടനാണ്. അതെ, അതിന്റെ ചേട്ടനാണ് ആനക്കാരനായത്. അതെ അതെ. അന്ന് കൊണ്ടുവരുമ്പോ എനിക്ക് 25 വയസ്സുണ്ട്. 25 വയസ്സേ ഉള്ളു അല്ലേ? അന്ന് തൊട്ട് ആനക്കാരനായത്. വടി കയ്യിൽ കൊടുത്താൽ നമ്മളെ പിന്നാലെ പോരും. അത്രേ ഉണ്ടായിരുന്നു. നാട്ടാനയായിരുന്നു അന്ന്. പിന്നെ നാട്ടാനയൊക്കെ എടുത്തത് നമ്മളാണ്. കൊണ്ടുവരുമ്പോ വേറെയും 2-3 ആളുണ്ടായിരുന്നു. അവര് ഒരു 6 മാസം കഴിഞ്ഞപ്പോ അവര് പോയി. പിന്നെ ഞാൻ തന്നെയാ 2002 വരെ. രാജുവിനെ പറ്റി പറയുമ്പോൾ ആരും പെട്ടെന്ന് ഓർത്തെടുക്കുന്ന മറ്റൊരു കാര്യം അവൻ്റെ ഭക്ഷണശീലങ്ങളാണ്. പ്രത്യേകിച്ച് വെള്ളം കുടി. പച്ചവെള്ളം ചവച്ചേ അവൻ കുടിക്കാറുള്ളൂ എന്ന പ്രയോഗം ശരിവെക്കും രാജുവിൻ്റെ കാര്യത്തിൽ. വെള്ളം കൊടുത്താൽ കാലും നനച്ച ശേഷം തുമ്പിയിലെടുത്ത് വായിൽ വെച്ച് കുടിക്കും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പകുതിയിലധികം വെള്ളവും താഴേക്ക് വീഴും. എങ്കിലും രാജുവിൻ്റെ വെള്ളം കുടിശീലം വർഷങ്ങളായി ഇങ്ങനെ തന്നെ. പിന്നെ മറ്റൊരു നിർബന്ധം കൂടിയുണ്ട് കക്ഷിക്ക്. സ്വല്പം കലങ്ങിയതോ രുചി വ്യത്യാസമുള്ളതോ ഉപ്പുരസമുള്ളതോ ആയിട്ടുള്ള വെള്ളം തൊട്ടുപോലും നോക്കില്ല. നല്ല വെള്ളം തേടി കിലോമീറ്ററുകളോളം നടന്നുപോയ ഒരു കഥ തന്നെയുണ്ട് ഇവൻ്റെ പേരിൽ. അതുപോലെ തന്നെ എഴുന്നള്ളിപ്പിനെ ഇറക്കുന്നതിന് തൊട്ടു മുൻപ് വെള്ളം കിട്ടാതിരുന്നത് കൊണ്ട് പാപ്പാന്മാരോട് പിണങ്ങി നിന്ന ചരിത്രവുമുണ്ട് നമ്മുടെ നായകന്. ഇവൻ്റെ വെള്ളം കുടിയുടെ ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഉത്സവപ്പറമ്പുകളിലേക്ക് തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് ടാങ്കറിൽ വെള്ളം കൊണ്ടുപോയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. വെള്ളം പോലെ തന്നെ മറ്റൊന്നാണ് ഇവൻ്റെ മധുരത്തോടുള്ള ഇഷ്ടം. മധുരപ്രിയനായ ഇവൻ്റെ ഭക്ഷണശീലങ്ങൾ അറിയുന്ന നാട്ടുകാർ രാജുവിനായി മധുര പലഹാരങ്ങൾ വാങ്ങിവയ്ക്കുക പതിവാണ്. വഴിയടിക്കിറങ്ങിയാൽ എവിടെയൊക്കെ എന്തൊക്കെ കിട്ടുമെന്ന് ഇവന് നന്നായി അറിയാം. അതെല്ലാം വാങ്ങിക്കഴിച്ച ശേഷമാണ് ഇവൻ്റെ ക്ഷേത്രത്തിലേക്കുള്ള മടക്കം. മാത്രമല്ല, ക്ഷേത്രത്തിൽ നേദിക്കുന്ന പായസവും പഴവും അവലും ശർക്കരയും എന്നുവേണ്ട എല്ലാം രാജുവിന് സ്വന്തമാണ്. അതിൽ മറ്റാരും അവകാശം ചോദിക്കുന്നത് പോലും ഇവന് പിടിക്കാറില്ല. വൃത്തിയുടെ കാര്യത്തിലും കക്ഷിക്ക് ചില കടുംപിടുത്തങ്ങളൊക്കെയുണ്ട്. ചെളിയുള്ള പറമ്പുകളിലോ വഴികളിലോ നിൽക്കുന്നതോ നടക്കുന്നതോ ഒന്നും അത്ര താല്പര്യമില്ല. മാത്രമല്ല, എന്തൊക്കെ ചെയ്താലും അതൊക്കെ സാവധാനം സമയമെടുത്ത് മാത്രമേ ചെയ്യാറുള്ളൂ. ഇവൻ്റെ ഉറക്കത്തിനുമുണ്ട് ചില പ്രത്യേകതകൾ. തിക്കും തിരക്കും അനക്കവുമുള്ള ഇടങ്ങളിൽ ഇവൻ കിടന്നുറങ്ങാറില്ല. എന്നാൽ തിരുവാണിക്കാവിലെ സ്വന്തം തറിയിലെത്തിയാൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ കൂടി സുഖമായി കിടന്നുറങ്ങും കക്ഷി. ചില ദിവസങ്ങളിലാവട്ടെ പാപ്പാന്മാരെത്തി ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് വിളിച്ചെഴുന്നേൽപ്പിക്കേണ്ടതായും വരാറുണ്ട്. ഉറക്കമുണർന്നാലും ചിലപ്പോഴൊക്കെ ചെറിയ കുട്ടികളെപ്പോലെ ചില പിണക്കവും കുറുമ്പുമൊക്കെ കാട്ടിയെന്നിരിക്കും ഇവൻ. എന്തിനാണ് എന്നെ ഇത്ര നേരത്തെ വിളിച്ചെഴുന്നേൽപ്പിച്ചത്? ഒരു 5 മിനിറ്റ് കൂടി ഉറങ്ങട്ടെ ഞാൻ എന്ന മട്ടിൽ കണ്ണും തിരുമ്മി നിൽക്കും നമ്മുടെ രാജു. അത് പിന്നെ അവനൊരു മുഷിച്ചിലേക്ക് എത്തേണ്ട എന്ന് കരുതി പാപ്പാന്മാർ അവനോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. തങ്ങളുടെ വിളി കേട്ട് അവൻ മൂളിത്തുടങ്ങിയ ശേഷം മാത്രമേ പാപ്പാന്മാർ അടുത്തെത്തി കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങാറുള്ളൂ. മറ്റാനകളെപ്പോലെ തലയാട്ടുക മാത്രമല്ല, വിളി കേട്ട് അവൻ ശബ്ദമുണ്ടാക്കി തന്നെ പ്രതികരിക്കും. രാജുവിൻ്റെ ഭഗവതി നടയിൽ നിന്നുള്ള വണക്കവും വിളിയും ഇന്നാട്ടിലുള്ളവർക്കൊക്കെ നന്നായി അറിയാം. കാഴ്ചയിൽ ഒരു വില്ലത്തരവും ഗൗരവവുമൊക്കെ തോന്നുമെങ്കിലും കൊച്ചു കുട്ടികളുടെ മനസ്സാണ്. അതുകൊണ്ട് തന്നെ നല്ലവണ്ണം കൊഞ്ചിച്ചും ലാളിച്ചും തന്നെയാണ് ഇപ്പോഴത്തെ പാപ്പാന്മാരായ അജീഷും സുഭാഷുമൊക്കെ ഇവനെ കൊണ്ടു നടക്കുന്നത്. ദാസപ്പൻ, രാജുമോൻ, രാജൂട്ടൻ തുടങ്ങി പലതാണ് ഇവർ നൽകിയിരിക്കുന്ന ചെല്ലപ്പേരുകൾ. കഴിഞ്ഞ 2 വർഷമായി ഇവരാണ് രാജുവിനൊപ്പം ഇടവും വലവും. ഇക്കാലയളവ് കൊണ്ട് തന്നെ രാജുവിൻ്റെ സ്വഭാവ സവിശേഷതകൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇരുവരും. തങ്ങളുടെ ശ്രദ്ധയും വാത്സല്യവും ക്ഷമയുമെല്ലാം അവൻ്റെ ഓരോ സമയത്തെയും സ്വഭാവത്തിനനുസരിച്ച് ഇവർ പുറത്തെടുക്കാറുണ്ട്. എപ്പോൾ എന്തിനൊക്കെ ഇവൻ്റെ സ്വഭാവം മാറിവരുമെന്ന് ആർക്കും പറയാനാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചിട്ടയോടും കൂടി മാത്രമേ ഇവർ ചെയ്യാറുള്ളൂ. ഇവന് ലഭിച്ച മറ്റൊരു വലിയ ഭാഗ്യം ഒരുപാട് നല്ല പാപ്പാന്മാർ പല കാലഘട്ടങ്ങളിലായി ഇവനൊപ്പം ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. സുകുമാരൻ നായർ, എരിമയൂർ മണി, കിള്ളിമംഗലം വാസു, സന്തോഷ് എന്നിങ്ങനെ ഒരു പറ്റം പ്രഗത്ഭന്മാരായ പാപ്പാന്മാർ രാജുവിനെ വഴി നടത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാരഥികളായ അജീഷും സുഭാഷുമാവട്ടെ രാജുവിൻ്റെ നല്ല സുഹൃത്തുക്കൾ തന്നെയാണെന്നും പറയാം. ഇവരോടൊപ്പമുള്ള വഴിയടിയും
മേളപ്പറമ്പുകളിലേക്കുള്ള വരവുമൊക്കെ കാണാൻ രസമുള്ള കാഴ്ചകളാണ്. ലോകകാര്യങ്ങൾ മുഴുവൻ രാജുവിനോട് പറഞ്ഞുകൊടുത്ത് ചിരിച്ചും കളിച്ചുമൊക്കെയാണ് നടത്തം. എന്നാൽ ഉത്സവപ്പറമ്പിൽ എഴുന്നള്ളിപ്പ് ആരംഭിച്ചാൽ ഈ കളിചിരിയൊക്കെ മാറി രാജു ഉഷാറാകും. എത്ര നീണ്ടു നിൽക്കുന്ന പൂരമോ എഴുന്നള്ളിപ്പോ ആവട്ടെ, രാജു തലയുയർത്തി തന്നെ നിൽക്കും. പക്ഷേ ഇതിനിടയിൽ ആവശ്യമില്ലാതെ ആരും തന്നെ തൊടാനോ പിടിക്കാനോ വരുന്നതോ അടുത്ത് നിൽക്കുന്നതോ ഒന്നും ഇവൻ അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ പാപ്പാന്മാരുടെ ശ്രദ്ധ എപ്പോഴും ഇവൻ്റെ ചുറ്റിലും തന്നെയാവും ഉത്സവപ്പറമ്പിലെത്തിയാൽ. എന്നാൽ രാജുവിന് ഒരു നല്ല സുഹൃത്തുണ്ടായിരുന്നു മുൻപ്. മറ്റാരുമല്ല, കുട്ടൻകുളങ്ങര രാമദാസായിരുന്നു ആ സുഹൃത്ത്. ഉത്സവപ്പറമ്പിൽ എവിടെയെങ്കിലും രാമദാസിനെ കണ്ടാൽ നമ്മുടെ രാജൂട്ടൻ ഹാപ്പിയാകുമായിരുന്നു. ഭക്ഷണം തീർന്നാലും പ്രശ്നമില്ല, പട്ട തീർന്നോടാ, ഡോൺ വറി, ഇന്നാ പിടിച്ചോടാ എന്ന് പറഞ്ഞ് രണ്ടാളും പരസ്പരം കൈമാറ്റമുണ്ടായിരുന്നു. രാമദാസ് ചരിഞ്ഞതിന് ശേഷം ഇപ്പോൾ വൈലാശ്ശേരി അർജുനനാണ് രാജുവിൻ്റെ ചങ്ക് ദോസ്ത്. എന്നാൽ ഇവരല്ലാതെ മറ്റാരും തൻ്റെ ഭക്ഷണത്തിൽ കൈകടത്തുന്നത് ഇവന് പിടിക്കില്ല. പിന്നെ സീനങ്ങ് മാറും. എന്നാൽ ഭക്ഷണത്തോടുള്ള ആർത്തി കൊണ്ടൊന്നുമല്ല ഇത്. രാജുവിൻ്റെ ഭക്ഷണരീതി മറ്റാനകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. എന്തു ഭക്ഷണമായാലും ഇവൻ സമയമെടുത്ത് അതാത് ഇടവേളകളിൽ അല്പാൽപമായി മാത്രമേ കഴിക്കാറുള്ളൂ. ഒരു ടച്ചിങ്സ് പോലെ എന്ന് വേണമെങ്കിലും പറയാം. അല്ലാതെ കിട്ടിയാലുടൻ ഒരുമിച്ച് വലിച്ചു വാരി കഴിക്കുന്ന സ്വഭാവമൊന്നും ഇവനില്ലേയില്ല. ഇവൻ്റെ ആരോഗ്യകാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് 2 ഡോക്ടർമാരാണ്, ഡോക്ടർ രാജീവും ഡോക്ടർ വൈശാഖും. രാജുവാകട്ടെ ഇവർ രണ്ടാളുമായും നല്ല അടുപ്പത്തിലുമാണ്. ഇവരെത്തിയാൽ രാജുവിനറിയാം അനുസരണയോടെ നിന്നു കൊടുക്കണമെന്ന്. അതുകൊണ്ട് ഇവർ പറയുന്നതെല്ലാം ഇവൻ മടികൂടാതെ ചെയ്യാറുമുണ്ട്. മാത്രമല്ല, ഡോക്ടർമാരെത്തിയാൽ രാജു ഇവരുമായി സംസാരിക്കാറുമുണ്ട് എന്നാണ് ഡോക്ടർമാരുടെ ഭാഷ്യം. എവിടെയൊക്കെയാണ് തനിക്ക് അസ്വസ്ഥതയെന്നും മറ്റും തൊട്ട് കാണിച്ചു കൊടുക്കും ഇവൻ. അതുപോലെ തന്നെ പഠനത്തിൻ്റെ ഭാഗമായി ഡോക്ടർമാർക്കൊപ്പം വരുന്ന വിദ്യാർത്ഥികളുമായും രാജു നന്നായി സഹകരിക്കാറുണ്ട്. ഇക്കൂട്ടത്തിൽ വിദേശികളായ വിദ്യാർത്ഥികളും ഉണ്ടാവാറുണ്ട്. ചുരുക്കത്തിൽ രാജുവിൻ്റെ ആരാധകർ വിദേശത്തും സജീവം. ഇടയ്ക്ക് ഡോക്ടറെ വിളിച്ച് രാജുവിൻ്റെ വിശേഷങ്ങൾ തിരക്കാറുണ്ട് ഇവരൊക്കെ. ഇവനു വേണ്ട ചികിത്സകൾ 2 രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. കർക്കിടക മാസത്തിലെ സുഖചികിത്സയും നീരിന് മുൻപും പിൻപുമുള്ള ചികിത്സയും മാത്രമല്ല, എല്ലാ ദിവസവും ആനയെ ചുരുങ്ങിയത് 3 കിലോമീറ്ററെങ്കിലും വഴിയടിക്കാറുമുണ്ട്. രാജുവിൻ്റെ ശരീര സൗന്ദര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും രഹസ്യം ഇതൊക്കെ തന്നെയാണ്. എന്നാൽ ഇതിലെല്ലാം ഉപരിയായി മറ്റു കുറച്ച് ആളുകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഇവൻ്റെ ആരോഗ്യവും സൗന്ദര്യവുമെല്ലാം. രാജുവിൻ്റെ ഏതാവശ്യങ്ങളും നന്നായി നോക്കി നടത്തുന്ന ദേവസ്വം കമ്മിറ്റി അംഗങ്ങൾ കൂടിയായ നാട്ടുകാരും ഉണ്ണികൃഷ്ണൻ ചെനയഞ്ചേരി, സജീവ്, ശ്രീധരൻ, അജയകുമാർ തുടങ്ങിയവരാണ് രാജുവിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു മുടക്കവും കൂടാതെ നടത്തിപ്പോരുന്നത്. രാജുവിൻ്റെ ആരോഗ്യകാര്യങ്ങളിലും ഭക്ഷണകാര്യങ്ങളിലും യാതൊരുവിധ വിട്ടുവീഴ്ചകൾക്കും ഇവർ തയ്യാറല്ല. എന്തൊക്കെയാണ് ചേട്ടാ രാജുവിൻ്റെ പ്രത്യേകതകൾ? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നീരുകാലത്തായാലും ഇതിന് നാട്ടുകാരെ അവർക്ക് കിടന്ന് ചെന്ന് പെരുമാറാം. നീര് ആനയ്ക്ക് മതപ്പാടായി കഴിഞ്ഞാൽ ചട്ടക്കാർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് എടുത്ത് പോകാൻ. എന്നാലും നാട്ടുകാർക്ക്, അതായത് ഇതിനെ പരിപാലിച്ചതിന് ചുറ്റുള്ള ആൾക്കാരെ ആനയ്ക്കറിയാം. അതെ, അവർക്ക് ചെന്ന് ആനയ്ക്ക് പഴം കൊടുക്കാനായാലും ചോറ് കൊടുക്കാനായാലും അതൊക്കെ ആന സമ്മതിച്ചു തരും. പിന്നെ ആന ചങ്ങലമാരുടെ കാര്യമായാലും എല്ലാം ആനകളുടെ കാര്യം, ആനയുടേതായ എല്ലാ കാര്യത്തിനും ആന സമ്മതിച്ചു തരും. ചുരുക്കി പറഞ്ഞ നീരയാലായി കഴിഞ്ഞാൽ ആന നാട്ടുകാരുടെയാ. പിന്നെ ഈ തിരുവാണിക്കാവിൽ വന്നു കഴിഞ്ഞാൽ ആനയ്ക്ക് ഒരു പ്രത്യേക സ്വാതന്ത്ര്യം. അതിപ്പോൾ ചട്ടക്കാരെ ആനയുടേതായ ഒരു രീതിയിൽ ആന പോകത്തുള്ളൂ. അതൊരു ആനയ്ക്ക് ഈ പറമ്പിനോട്, ഈ നാടിനോട് ഒരു പ്രത്യേക വിശ്വാസമുണ്ട്. ഇവിടുത്തെ ഏത് വീടും ഇവനൊരുപോലെ ആയിരിക്കും അല്ലേ? ഏത് വീട്ടിലും ചെന്നാലും പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പങ്ക് കിട്ടുന്ന ഒരു പതിവുണ്ടായിരിക്കും അല്ലേ? ഉണ്ട്. ഇതിപ്പോ ആന ഇപ്പോൾ 2 നേരം നടത്താൻ ഇവർ കൊണ്ടുപോവാണെങ്കിൽ തന്നെ ആനയ്ക്ക് അറിയാം ഓരോ വീടെത്തുമ്പോൾ ആന നിൽക്കും. അവിടെ നിന്ന് കിട്ടാനുള്ളത് കിട്ടിയതിന് ശേഷം മാത്രമേ ആന മുന്നോട്ട് പോവുള്ളൂ. സ്ഥിരമായിട്ട് ചെല്ലുന്ന സ്ഥലങ്ങളാ എല്ലാം അറിയാം. ഈ റൂട്ടുകളെല്ലാം ആനയ്ക്ക് കാണാപ്പാടാണ്. ആനയുടേതായ രീതിയിൽ പൊക്കോളും, ആള് കൂടെ ഉണ്ടായാൽ മതി. അതെ അതെ. ഇപ്പം നമ്മൾ ഇവനെ 5ാം വയസ്സിലാണ് ഇവിടെ വരുന്നത് അല്ലേ? 5ാം വയസ്സ് 76 വന്നു അല്ലേ? അന്ന് നടക്കിരുത്തി അല്ലെ നാട്ടുകാരായിട്ട് നടക്കിരുത്തി നിർത്തിക്കളവായിരുന്നു. അമ്പലം ട്രസ്റ്റിയുടെ ഓക്കെ, നാട്ടുകാരുടെയാണ്. അപ്പം നിർത്തിയിട്ട് ഇരുത്തിയിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴും നാട്ടുകാരുടെയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണിലുണ്ണിയായിട്ട് രാജു നിൽക്കുന്നത്. നമ്മൾ രാജുവിനെ ഒരു ഉത്സവപ്പറമ്പിലോട്ട് നമ്മൾ വിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, അല്ലെ കമ്മിറ്റി എന്ന നിലയ്ക്ക് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? 2012 നാട്ടാന പരിപാലന നിയമം പൂർണ്ണമായും പാലിക്കണം എന്നാണല്ലോ നമ്മൾ പറയും.
പിന്നെ നമുക്ക് ആനയ്ക്ക് ഇതില്ലാത്തോടത്തേക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ആനകളെ വിടാറില്ല. അതായത് ഒത്തിരി അലച്ചിലുള്ള പരിപാടിക്കൊന്നും വിടാറില്ല. അമ്പലങ്ങളിലുള്ള പരിപാടികൾക്കാണ് കൂടുതലായിട്ടും വിടുള്ളൂ. പിന്നെ 20 പട്ട ഏറ്റവും കുറഞ്ഞത് വേണം. പിന്നെ 3 നേരം വെള്ളം, ആനക്കാരുടെ കാര്യങ്ങൾ ഇതൊക്കെ പാലിക്കണം. എന്നാലും തെക്കോട്ടുള്ള പൂരങ്ങളിലോട്ട് കുറവാണ് ആന വരുന്നത് അല്ലേ? അത് കൂടുതലും തൃശ്ശൂർ ഭാഗം, തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം അങ്ങനെ മറ്റുള്ള ഈ മുതലാളിമാരുടെ ആനകളോ അലച്ചലുമാരി ഓടണമാരി നമ്മൾ ആന വിടാറില്ല. നമ്മൾ നോക്കി കണ്ടുള്ള പരിപാടികൾക്ക് മാത്രമേ വിടുള്ളൂ, ആനകളെ വിടുള്ളൂ. ഇപ്പോൾ വൈക്കം വന്നിട്ടുണ്ട്, തലയോലപ്പറമ്പ് ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അഷ്ടമി രോഹിണിക്ക് നമ്മൾ തുറവൂര് അഷ്ടമി രോഹിണിക്ക് ഉണ്ടായിരുന്നു. ഒരു പരിധി വിട്ട ദൂരത്തേക്ക് വിടാറില്ല. ഒരു സ്ട്രെയിൻ കൂടി കണക്ക് കൂട്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് ആനയ്ക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത കണ്ടീഷൻ നോക്കിയിട്ട് മാത്രമേ വിടാറുള്ളൂ. തീർച്ചയായിട്ടും 3 മണിക്ക് ശേഷമുള്ള എഴുന്നള്ളിപ്പുകളാണ് ഇപ്പോൾ നമ്മൾ എടുക്കാറുള്ളൂ. അത് വല്ലാത്ത പൂരങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ എടുക്കണില്ല. നാട്ടാന പരിപാലന ഘട്ടത്തിൽ 3 മണിക്ക് ശേഷം. അപ്പോൾ 3 മണിക്ക് ശേഷം ചില കമ്മിറ്റിക്കാർ വന്നിട്ട് പറയും ഞങ്ങൾക്ക് 1 മണിക്ക് എഴുന്നള്ളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പൂരം എടുക്കാറില്ല. നമ്മുടെ ഇവൻ്റെ ആരോഗ്യ കാര്യത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നത് നമ്മൾ? ആനയ്ക്ക് ഞങ്ങൾ കർക്കിടക മാസം തൊട്ട് ചികിത്സയുണ്ട്. ഡോക്ടർ രാജീവിൻ്റെയും ഡോക്ടർ വൈശാഖിൻ്റെ നേതൃത്വത്തിലാണ് ആനയുടെ പരിപാലനം, ചികിത്സാ രീതികളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആനയ്ക്കൊരു 2-2.5 മാസത്തോളം ഞങ്ങൾ ചികിത്സയുണ്ട്. അത് കർക്കിടക മാസം ബാക്കിയുള്ളവരും ഒരു 15 ദിവസം 7 ദിവസത്തെ പരിപാടിയല്ല. അത് ആനയ്ക്ക് നിത്യം രാവിലെ ഒരു 5 ലിറ്റർ പാലിൽ അവിൽ കുഴച്ച് അവിൽ കൊടുക്കും. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ആനയുടെ കഴുക്ക് കഴിഞ്ഞിട്ട് 4 മണിയാകുമ്പോൾ ചോറ് കൊടുക്കുക. ചോറും ചെറുപയർ പൊടിച്ചതും ചെറുപയറും കൂടി വെച്ച് ചോറ് കൊടുക്കും. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരെ നിഷ്കർഷിക്കുന്ന മരുന്നുകൾ, അതായത് വൈറ്റമിൻ ഗുളികകൾ, പ്രോട്ടീൻ പൗഡർ, അങ്ങനെയുള്ള അയൺ ടോണിക്, ഇതെല്ലാം ഡോക്ടർ പറയുന്ന രൂപത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് പൂരത്തിന് പോയാലും നമ്മൾ ആനക്കാരോട് പറയിട്ട് 2-3 കിലോമീറ്റർ ഇപ്പുറത്തിറക്കി നടന്നിട്ടുള്ള പരിപാടി പോയാൽ മതി. പൂരം കഴിഞ്ഞാലും അവിടെ നിന്ന് അത് കഴിഞ്ഞ് നേരെ ലോറിയെ കയറ്റാതെ. ആന ഇപ്പോൾ ഒഴിവാണെങ്കിൽ തന്നെ ആന നിത്യവും ഒരു രാവിലെയും വൈകുന്നേരം 2 നേരം ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ വെച്ച് ഒരു നടത്തിക്കും. നാടൻ ആനകളിൽ കേരളത്തിൽ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 5 ആനകളിൽ, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ പറഞ്ഞാൽ ആദ്യത്തെ 3 ആനകളിൽ വരുന്ന ഒരു പേരാണ് അല്ലേ? എന്തൊക്കെയാണ് ഇവൻ്റെ പ്രത്യേകതകൾ എന്നൊന്ന് പറയാമോ? വീണെടുത്ത കൊമ്പ്, പിന്നെ മതഗിരി, പിന്നെ വലിയ കുഴപ്പമില്ല, എന്നാൽ കുറച്ച് കുറുമ്പുണ്ട്, എന്തെങ്കിലും വല്ലാത്ത ഒരു ഇതില്ല, അങ്ങനെയൊക്കെ പോകുന്നു. അത് കാരണം കമ്മിറ്റിക്കാർക്ക് വലിയ കുഴപ്പമില്ല പോകുന്നുണ്ട്. ഇവനിപ്പോൾ എത്ര വയസ്സായി? ഇപ്പോൾ 47 കഴിഞ്ഞു. ഇവൻ്റെ ഹൈറ്റ് നമ്മുടെ ഫോറസ്റ്റ് കണക്ക് പ്രകാരം 303 സെൻറ്റിമീറ്റർ. 10 അടിയാണ് അല്ലേ? 10 അടി പോയത്. ഒരു 10 അടിയിലുള്ള നാടൻ ആനകൾ ഇന്നിപ്പോൾ വളരെ കുറവാണ്. അതിലൊന്ന് പിന്നെ ഒരു നിലമ്പൂർ ആനയാണ്. നിലമ്പൂർ ആന നാടൻ ആനയുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പുള്ളിക്ക് ഒരു ഇച്ചിരി ഗൗരവക്കാരനാണോ? ഗൗരവം എന്ന് പറയാൻ അങ്ങനെ ഗൗരവമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഇവിടെ വന്നിട്ട് വലിയ ഒരു സംഭവങ്ങൾ ഇന്ന് വരെ ആനയുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഉണ്ടായിട്ടില്ല. നമ്മുടെ ഇതിലില്ല. എന്നാൽ കുറച്ച് കുറുമ്പുണ്ട് മാത്രമേ ഉള്ളൂ അല്ലേ? ആനയ്ക്ക് ആനയുടേതായ കുറച്ച് ചിട്ടകളുണ്ട്. ആ ചിട്ടവട്ട അനുസരിച്ച് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒരുപക്ഷെ രാജുവിൻ്റെ പാപ്പാന്മാർ, ദേവസ്വം കമ്മിറ്റിക്കാർ, നാട്ടുകാർ, ആനപ്രേമികൾ എന്നിവരുടെ സംയുക്തമായ പ്രയത്നത്തിൻ്റെ ഫലം തന്നെയാണ് ഇവൻ്റെ ആരോഗ്യമെന്ന് നമുക്ക് അടിവരയിട്ടുറപ്പിക്കാം. ആരാധകരുടെ കാര്യത്തിലും രാജു മുന്നിൽ തന്നെയാണ്. രാജുവിനെ ജീവനതുല്യം സ്നേഹിക്കുന്ന നല്ല എണ്ണം പറഞ്ഞ ആരാധകരുണ്ട് ഇവന്. മറ്റു ചില ആനകൾക്കുള്ളതുപോലെ ചില സീസണൽ ആനപ്രേമികളല്ല ഇവൻ്റെ ആരാധകർ. രാജുവിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പെരുമാറുകയും അവനെ ജീവന തുല്യം സ്നേഹിക്കുകയും ചെയ്യുന്ന ഒന്നാം തരം ആനപ്രേമികൾ, പ്രത്യേകിച്ച് തിരുവാണിക്കാവ് നിവാസികളായ ആനപ്രേമികൾ. രാജുവിനെ കാണാതിരിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇവർക്ക്. അത്രയ്ക്ക് പ്രിയപ്പെട്ടവനാണ് രാജഗോപാൽ തിരുവാണിക്കാവുകാർക്ക്. രാജുവിന് തിരിച്ചും അങ്ങനെ തന്നെ. അപ്പം നിങ്ങൾ തിരുവാണിക്കാവ് ആനപ്രേമി സംഘമാണ് അല്ലേ എല്ലാവരും? നിങ്ങൾ ഈ അടുത്തുള്ള ഈ തട്ടക നിവാസികൾ തന്നെയായിരിക്കും അല്ലേ? ഞങ്ങളും ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ഞങ്ങളും ഇത്രയും വലിയൊരു ആരാധക സംഘത്തിൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ്. അപ്പം എനിക്കിപ്പോൾ മനസ്സിലായി രാജുവിൻ്റെ പവർ, നിങ്ങളുടെ രാജുഭായിയുടെ പവർ എനിക്ക് മനസ്സിലായി. എന്തെല്ലാമാണ് രാജുവിൻ്റെ പ്രത്യേകതകൾ? പ്രത്യേകത എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളൊരു ആന വിട്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു ആനയാണത്. വ്യത്യസ്തമായ എന്താണ് നമ്മുടെ രാജുവിനെ വ്യത്യസ്തനാക്കുന്നത്? ഓരോ ഭാഗം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ വ്യത്യസ്തകൾ നമുക്കറിയാം. ഒരു ആന നിർത്തിക്കൊണ്ട് ഈ ആന നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ വ്യത്യാസങ്ങൾ നമുക്ക് കണ്ടുപിടിച്ച് പറയാൻ പറ്റും. അത് ഏത് ഒരു പൂരപ്പറമ്പിലും രാജുവിനെ കുറിച്ചിട്ട് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ആന കയറി വരുമ്പോൾ തന്നെ ഇന്ന ആനയാണ് വരുന്നതെന്ന് ആർക്കും നോക്കി പറയാവുന്ന ഒരു ആനയാണ്.
അപ്പം നമ്മുടെ ഇവിടെ നിങ്ങൾ കുറെ കൊച്ചു പിള്ളേരുണ്ട്, പ്രായമായിട്ടുള്ളവരുണ്ട്, മുതിർന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങളെല്ലാവരും രാജുവിൻ്റെ കൂടെ ഉത്സവ പറമ്പുകളിലൊക്കെ പോകാറുണ്ടോ? അങ്ങനെ ഏതൊക്കെ ഉത്സവ പറമ്പുകളിലൊക്കെയാണ് നിങ്ങൾ പോയിരിക്കുന്നതെന്ന് പറയാമോ? ഇപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം, നെന്മാറ, ഉത്രാളിക്കാവ്, ആറാട്ടുപുഴ, ഒരുപാട് പൂരങ്ങളുണ്ട്. പൂരങ്ങൾക്ക് പോകാറുണ്ട് അല്ലേ? ഇവന് കിട്ടിയ ചുരുക്കം ചില പട്ടങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ ഞങ്ങൾക്ക് വേണ്ടി? ആദ്യമായി കിട്ടിയത് ഒറ്റപ്പാലന്ന് ഗജകേസരി പട്ടം കിട്ടി. ഗജകേസരി പട്ടം കഴിഞ്ഞ് ഗജരാജ പട്ടം കിട്ടി. അതെ. അത് കഴിഞ്ഞ് ഗജരാജ പത്മം എന്ന് പറഞ്ഞ പട്ടം കിട്ടി. പിന്നെ കിട്ടിയത് കലിയുഗ സഖ്യ പ്രജാപതി. കലിയുഗ സഖ്യ പ്രജാപതി. പിന്നെ പട്ടങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ടല്ലേ? നമുക്കൊന്നും ചിലപ്പോൾ എടുത്താൽ നീണ്ടു പോവാണ് പട്ടങ്ങള്. ഇപ്പൊ രാജുവിനെ പറ്റി നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ അടുത്ത് ചെന്ന് എല്ലാവർക്കും ഇടപഴകാൻ പറ്റുമോ? അത്യാവശ്യം നമുക്ക് കാര്യങ്ങളൊക്കെ ഒരു വിധം പോലെ ചെയ്യാൻ പറ്റും. ഭക്ഷണമൊക്കെ കൊടുക്കാനും ഒക്കെ പറ്റും. ഇപ്പോൾ ഭക്ഷണം ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ തന്നെ ആന വിളിച്ചുകൊണ്ടേയിരിക്കും. ഒരു വട്ടം കൊടുത്തിട്ട് നമ്മൾ പിന്നത്തെ പ്രാവശ്യം വരുമ്പോൾ കൊടുത്തില്ലെങ്കിൽ ആന വിളിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ വീടുകളിലൊക്കെ എത്തുമ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കാനുള്ള ഇതാകുമ്പോൾ ആളാ വീട്ടിൽ വന്ന് നിൽക്കും. തുമ്പിക്കൈ ശരിക്കും വീട്ടിന്റെ ഉള്ളിലേക്ക് എനിക്കുള്ള പങ്ക് എനിക്ക് തന്നില്ല എന്നുള്ളൊരു ചോദ്യം. നമ്മൾ അവിടെ ഇല്ലെങ്കിൽ ബെല്ലായാലും നാളികേരത്തിന്റെ ഒരു കഷ്ണായാലും കൊടുത്തു കഴിഞ്ഞാൽ ആള് ഹാപ്പിയാണ്. ആള് കൈ കഴുകി ആള് പോയി. പിന്നെ നിങ്ങളൊക്കെ പല ഉത്സവ പറമ്പുകളിൽ പോയിട്ടുണ്ടാവില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി നിങ്ങൾ ഇത്രയും പേര് ഇന്നിവിടെ കൂടിയിരിക്കുന്നു. അപ്പൊ കേരളത്തില് മറ്റു വലിയ ഉത്സവ പറമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരുമായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ ആരാധകരൊക്കെ ഇവിടെ വന്നൊക്കെ കാണാറൊക്കെ ഉണ്ടോ? ഒരുപാട് ആൾക്കാര് ഇപ്പൊ ആനവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ആൾക്കാർ വണ്ടിയിലൊക്കെ ആയിട്ട് വണ്ടിയിൽ വരും അല്ലെ? വണ്ടിയിൽ വരും. അതുപോലെ ഉത്സവ പറമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ രാജുവിന് ഒരു പ്രത്യേക സാധനം ഉണ്ടോ? അത് കാരണം അതുണ്ട് ആൾക്കാർ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ ആൾക്കാർ വരാറുണ്ട് അല്ലെ? മുമ്പേ പിടിച്ച് ഫോട്ടോ എടുക്കാനും ഒക്കെ. ഇവർക്ക് ആനക്കാരോട് തന്നെ ചോദിച്ചാൽ അറിയാം. നമ്മളൊന്നും അവിടെ ആരില്ല, പുറമെ ആൾക്കാരാണ് അല്ലേ? അത്രയ്ക്കുണ്ട് രാജുവിന്റെ ആരാധക വൃന്ദം അല്ലേ? ഇന്ന് ഇവൻ പങ്കെടുക്കാത്ത പൂരങ്ങളും എഴുന്നള്ളിപ്പുകളും ചുരുക്കം. തൃശൂർ പൂരം, ആറാട്ടുപുഴ പൂരം, ചെമ്പൂത്ര പൂരം, പറക്കാടി പൂരം തുടങ്ങിയ വലിയ ആഘോഷങ്ങളിലെയൊക്കെ നിറച്ചാർത്താണ് തിരുവാണിക്കാവ് രാജഗോപാൽ എന്നത് നിസ്സംശയം പറയാം. ഇവനെ തേടി വന്ന മറ്റൊരു വലിയ ഭാഗ്യമാണ് 1982 ഏഷ്യാഡ്. അന്ന് പങ്കെടുത്ത ആനകളിൽ രാജു മാത്രമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്. തീരെ ചെറുപ്പമായിരുന്ന രാജുവിന് അതൊരു ചരിത്ര മുഹൂർത്തം തന്നെയായിരുന്നു. ഡൽഹി വരെയുള്ള ട്രെയിൻ യാത്രയും മറ്റും അന്ന് കൊച്ചു രാജുവിനെ സംബന്ധിച്ച് വലിയ കാര്യങ്ങൾ തന്നെയായിരുന്നു. മറ്റൊന്ന്, തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ കേരളത്തനിമയും പാരമ്പര്യവും ആഘോഷവുമൊക്കെ പരിചയപ്പെടുത്തുന്ന ചിത്രങ്ങളിലൊന്ന് നമ്മുടെ രാജുവിൻ്റേതാണ്. ഇവിടെ വന്നിറങ്ങുന്ന വിദേശികളായ ഓരോ ടൂറിസ്റ്റിനെയും യാത്രക്കാരെയും സ്വീകരിക്കുന്ന ഈ ചിത്രങ്ങളിൽ അങ്ങനെ രാജുവും അണിചേർന്നതിലൂടെ ഇവന്റെ ഖ്യാതി കടൽ കടന്നും പോയിരിക്കുന്നു. എത്ര വലിയ പൂരനഗരിയും അഴകും അളവും പെരുമയും കൊണ്ട് തൻ്റേതാക്കി മാറ്റാൻ ഈ നാട്ടാന ചന്തത്തിന് നിമിഷ നേരം മാത്രം മതി. ചെന്ന് കയറുന്ന സദസ്സുകളിലെല്ലാം അവൻ്റെ വീരഗാഥകൾ വാഴ്ത്തിപ്പാടാൻ ധാരാളം ആരാധക വൃന്ദങ്ങളും. കേരളത്തിലെ 10 അടിക്കാരായ ഗജകേസരികളിൽ മുൻപനായ ഇവന്റെ സൗന്ദര്യത്തിൽ കണ്ണുവയ്ക്കാത്ത ആനപ്രേമികൾ വിരളമായിരിക്കും. ചിലർ അങ്ങനെയാണ്. അവരുടെ വരവ് തന്നെ ചരിത്രമായിരിക്കും. ചെറിയ ചെറിയ ആഘോഷങ്ങൾ പോലും വലിയ പൂര സമാനമാക്കാൻ കഴിവുള്ളവർ. അങ്ങനെ ഒരുവനാണ് തൃശ്ശിവ പേരൂരിൻ്റെ ഗജസമ്പത്തിലെ മുൻനിരക്കാരനായ നമ്മുടെ സ്വന്തം തിരുവാണിക്കാവ് രാജഗോപാൽ. തിരുവാണിക്കാവിലമ്മയുടെ അനുഗ്രഹം നിറുകയിൽ ഏറ്റുവാങ്ങിയവൻ. അങ്ങനെ ആയില്ലെങ്കിലല്ലേ ഉള്ളൂ അത്ഭുതം. ആരാധകരുടെ ഇഷ്ടക്കാരനായി തിരുവാണിക്കാവിൽ വാണരുളും ഭഗവതിയുടെ പ്രിയ പുത്രനായി ഇനിയും വരാനിരിക്കുന്ന ആയിരക്കണക്കിന് പൂരങ്ങൾക്ക് നെടുനായകത്വം വഹിക്കാൻ കലിയുഗ സഹ്യ പ്രജാപതിയായി വാഴാൻ രാജഗോപാലിന് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെയെന്ന് ഉത്സവ കേരളം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.